ആർ ശ്രീലേഖ തുടക്കമിട്ട ഓഫീസ് തർക്കത്തിൽ അനുനയത്തിനില്ലെന്നുറപ്പിച്ച് വട്ടിയൂർക്കാവ് എംഎൽഎ വി കെ പ്രശാന്ത് കരാർ കാലാവധി അവസാനിക്കും വരെ ഓഫീസിൽ തുടരാനാണ് വി കെ പ്രശാന്തിന്റെ തീരുമാനം. എന്നാൽ പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ അപേക്ഷ സ്വരത്തിലാണ് ആവശ്യപ്പെട്ടതെന്ന് ആർ ശ്രീലേഖ വിശദീകരിച്ചു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു മേയർ വി രാജേഷിന്റെ പ്രതികരണം. 2021 മുതൽ വി കെ പ്രശാന്ത് ഓഫീസിന് വാടക നൽകുന്നതിന്റെ രേഖകൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, യാതനാസ്വരത്തിലെങ്കിലും ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ മാഡം എന്നോട് ആവശ്യപ്പെട്ടു. പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അത് വളരെ ക്ലിയർ ആണ്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. കോർപ്പറേഷന്റെ നോട്ടീസ് കിട്ടിയാലും ഞാൻ പറയുന്നത് മാർച്ച് മാസം 31 വരെ ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ ഭരണത്തിലെത്തിയതിനു പിന്നാലെ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ പോരിൽ നിലപാട് കടുപ്പിക്കുകയാണ് MLA വി കെ പ്രശാന്ത്. മാർച്ച് 31 വരെയാണ് കരാർ കാലാവധി. അതുവരെ ഓഫീസിൽ തുടരുമെന്ന് വി കെ പ്രശാന്ത് വ്യക്തമാക്കി. പ്രശാന്തിനെ പിന്തുണച്ച് CPIM നേതാക്കളും രംഗത്തെത്തി. ഞാൻ മത്സരം ജയിച്ച കോർപ്പറേഷൻ വാർഡിലുള്ള ഓഫീസ് റൂം ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ എന്ത് അവകാശം, എന്ത് അധികാരമുണ്ട്? ഒരു അധികാരമില്ല, ഒരു അവകാശമില്ല. DGP വിചാരിച്ചാൽ പ്രോട്ടോകോൾ പ്രകാരം ഒരു നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒരു MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെയാണോ ഒരു കൗൺസിൽ വിചാരിച്ച് ഇവിടെ നടക്കാൻ പോകുന്നത്? ഇത്രയേറെ അഹങ്കാരം ആർക്കും പാടില്ല, ഒരുത്തർക്കും പാടില്ല. അവർ ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം പോലും വിസ്മരിച്ചു പോയി. അങ്ങേയറ്റം മര്യാദയില്ലാത്ത, ജനാധിപത്യ മര്യാദ പോയിട്ട് സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ഒരു നടപടിയായി പോയി. സംഭവം വിവാദമായതിനു പിന്നാലെ ശാസ്തമംഗലത്തെ ഓഫീസിൽ ആർ ശ്രീലേഖ നേരിട്ടെത്തി. വി കെ പ്രശാന്തിനെ നേരിൽ കണ്ടെങ്കിലും അദ്ദേഹം നിലപാട് ആവർത്തിച്ചു. ഓഫീസ് ഒഴിയാൻ പ്രശാന്തിനോട് ആവശ്യപ്പെട്ട കാര്യം ആർ ശ്രീലേഖ സമ്മതിച്ചെങ്കിലും അത് അപേക്ഷ സ്വരത്തിലായിരുന്നുവെന്നാണ് വിശദീകരണം. ഞാൻ MLAയുടെ വളരെ അടുത്ത സുഹൃത്താണ്, എന്റെ അനിയനെ പോലെ കാണുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആരോടും സംസാരിച്ചിട്ടല്ല, ഞാൻ MLAയോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ദയവേതൊന്ന് പരിഗണിക്കാമോ? ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ്, ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ് എന്ന് 3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ വിഷയം രാഷ്ട്രീയവൽക്കരിക്കേണ്ടെന്നായിരുന്നു മേയർ വി രാജേഷിന്റെ പ്രതികരണം. അവർ തമ്മിൽ പല കാര്യങ്ങളിലും, ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം അന്ന് മേയറായിരുന്നു, അതിനുശേഷം MLA ആയ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം ഉണ്ടോയെന്ന് ഇന്ന് ഫോണിൽ ചോദിച്ചു, ഫോൺ കോളിൽ. അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. ഇതിനിടെ MLA 2021 മുതൽ വാടക നൽകുന്നതിന്റെ രേഖകൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടു. കഴിഞ്ഞ സാമ്പത്തിക വർഷവും 6538 രൂപ വി കെ പ്രശാന്ത് നഗരസഭയിലേക്ക് അടച്ചതായാണ് രേഖകൾ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.